മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് കല്ലായിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി VM വിനുവിന് വോട്ടില്ലാത്തതിൽ പ്രതികരിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി VM വിനു 45 വർഷം വോട്ട് ചെയ്ത വ്യക്തിയാണ്. ജനാധിപത്യ രാജ്യത്ത് വോട്ട് നിഷേധിക്കാൻ ആർക്കാണ് അവകാശമെന്ന് VM വിനു ചോദിച്ചു. കല്ലായിൽ ഞാൻ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. കോഴിക്കോടിന്റെ പൾസ് തനിക്ക് കൃത്യമായി അറിയാം. സംഭവത്തിൽ കളക്ടറെ കണ്ട് നിവേദനം നൽകിയ ശേഷം ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോഴിക്കോട് നഗരം താൻ തിരിച്ചു പിടിക്കുമെന്നും VM വിനു പറഞ്ഞു. CPIM-നെ ജയിക്കാൻ വേണ്ടി കരുതിക്കൂട്ടിയ നടപടിയാണിതെന്ന് DCC പ്രസിഡന്റ്. കഴിഞ്ഞ തവണ VM വോട്ട് ചെയ്തതാണെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. കോഴിക്കോട് കല്ലായിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി VM വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. VM വിനു 45 വർഷം വോട്ട് ചെയ്ത വ്യക്തിയാണ് താനെന്നും ജനാധിപത്യ രാജ്യത്ത് വോട്ട് നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്നുമാണ് VM വിനു ചോദിക്കുന്നത്. കല്ലായിൽ താൻ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതൽ തനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും കോഴിക്കോടിന്റെ പൾസ് തനിക്ക് കൃത്യമായി അറിയാമെന്നുമൊക്കെ VM വിനു പറയുന്നുണ്ട്. സംഭവത്തിൽ കളക്ടറെ കണ്ട് നിവേദനം നൽകിയ ശേഷം ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോഴിക്കോട് നഗരം താൻ തിരിച്ചു പിടിക്കുമെന്നും VM വിനു പറയുന്നുണ്ട്. CPIM-നെ ജയിക്കാൻ വേണ്ടി കരുതിക്കൂട്ടിയ നടപടി ആണിതെന്ന് DCC പ്രസിഡന്റും പറയുന്നു. കഴിഞ്ഞ തവണ VM വോട്ട് ചെയ്തതാണെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കോഴിക്കോട് കല്ലായിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി VM വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. VM വിനു 45 വർഷം വോട്ട് ചെയ്ത വ്യക്തിയാണ് താനെന്നും ജനാധിപത്യ രാജ്യത്ത് വോട്ട് നിഷേധിക്കാൻ ആർക്കാണ് അവകാശമെന്നുമൊക്കെയാണ് VM വിനു ചോദിക്കുന്നത്. കല്ലായിൽ താൻ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും കോഴിക്കോടിന്റെ പൾസ് തനിക്ക് കൃത്യമായി അറിയാമെന്നുമൊക്കെയാണ് VM വിനു പറയുന്നത്. സംഭവത്തിൽ കളക്ടറെ കണ്ട് നിവേദനം നൽകിയ ശേഷം ഹൈക്കോടതിയെ സമീപിക്കാനാണ് വിനുവിന്റെ തീരുമാനം. കോഴിക്കോട് നഗരം താൻ തിരിച്ചു പിടിക്കുമെന്നാണ് VM വിനു പറയുന്നത്. CPIM-നെ ജയിക്കാൻ വേണ്ടി കരുതിക്കൂട്ടിയ നടപടിയാണിതെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ തവണ VM വിനു വോട്ട് ചെയ്തതാണെന്നും DCC പ്രസിഡന്റ് പറയുന്നുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളുടെ